അങ്ങനെ പഞ്ചരത്നത്തിന്റെ കഥ കഴിഞ്ഞു. എത്ര നാളത്തെ എന്റെ സ്വപ്നമായിരുന്നു അതെന്നറിയൂ. ഇത്തവണ അത് ഫലിച്ചു. എന്നാലും പഞ്ചരത്നത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എങ്ങനെയാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ അവർക്ക് നല്ല ശ്രദ്ധയാ. എന്നിട്ടും ഇതാരോ മനഃപൂർവ്വം ചെയ്തതാണെന്നാ എനിക്ക് തോന്നുന്നത്. അതാരെങ്കിലും ആവട്ടെ, നമ്മുടെ ആഗ്രഹം നടന്നല്ലോ. അമൃതയെ പോലീസ് പിടിക്കാതെ അഭിമന്യു രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയെന്നാ പറഞ്ഞത്. എങ്ങോട്ടായിരിക്കും പോയത്? അയ്യോ, പഴയ കാമുകിയുടെ കാര്യത്തില് എന്തൊരു ടെൻഷനാ ഇപ്പോഴും. അവൾ എവിടെയെങ്കിലും പോട്ടെ. അല്ല, എവിടെ വരെ പോവാനാ? നാട്ടിലുള്ള പോലീസുകാർ മുഴുവൻ അവളെ അന്വേഷിക്കുന്നുണ്ടാവും. ഏറി വന്ന ഇന്നൊരു ദിവസം, അത് കഴിഞ്ഞ് അവൾ അകത്താ. ബാക്കി പിള്ളേരൊക്കെ എന്ത് ചെയ്യും? അവർക്ക് എന്തെങ്കിലും ചെയ്യട്ടെ. എന്റെ മനസ്സിലെ ഇതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം. പഞ്ചരത്നം അവരുടെ കയ്യിൽ നിന്ന് പോയ നിലയ്ക്ക് ഇനി നമുക്കത് സ്വന്താക്കാനുള്ള മാർഗം അന്വേഷിക്കേണ്ടത്. അതിനെന്താ ഒരു വഴി? പൂട്ടിപ്പോയ ഹോട്ടല് എങ്ങനെ നമ്മുടെ കയ്യിലെത്തും? ഇപ്പോഴത്തെ ബഹളമൊക്കെ ഒന്ന് തീരട്ടെ, അപ്പോഴേക്കും അതിനുള്ള വഴി തെളിയും. ഓ, ആദ്യം അമൃതയുടെ കാര്യത്തിലൊരു തീരുമാനമാവട്ടെ. അവൾ ഒരു ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കിടക്കണം എന്നതാ എന്റെ ഏറ്റവും വലിയ സ്വപ്നം. അത്രയ്ക്ക് വട്ടം കറക്കിയിട്ടുണ്ട് അവളെന്നെ. ആകാശായിരിക്കും ഇന്നിങ്ങി വരട്ടെ. അഖിലയിലുള്ള കണക്ക് തീർക്കാനുള്ള സമയം ഇത്. ഇനി നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ അനുസരിച്ചോളൂ. ധിക്കാരം കാണിച്ച കയറി ചെല്ലാൻ പഞ്ചരത്നം ഇല്ലാതെ വരുമ്പോ മര്യാദ പഠിച്ചോളൂ അവള്. ഇവളെന്താ ഇവിടെ? ആരാധി വാ. നിക്ക്. എന്താ ഉദ്ദേശം? ദിവ്യേട്ടത്തെ പഞ്ചരത്നം പോലീസുകാർ സീൽ ചെയ്തു. ആരാധ്യക്ക് തൽക്കാലം നിൽക്കാൻ വേറെ സ്ഥലമില്ല. അതുകൊണ്ട് കയറി കിടക്കാൻ സ്ഥലമില്ലാത്ത സകലർക്കും കയറി നിരങ്ങാനുള്ളതല്ല ഈ വീട്. പെരുവഴിയിലായവര് പെരുവഴിയിൽ കിടക്കണം, അല്ലാതെ വല്ലവന്റെ വീട്ടിൽ വലിഞ്ഞു കയറി ചെല്ലല്ല വേണ്ടത്. ആരാധ്യ നമുക്ക് അന്യൊന്നുമല്ലല്ലോ, അഖിലയുടെ അനിയത്തില്ലേ. അവക്കൊരു ആവശ്യം വരുമ്പോ ചേച്ചിയുടെ വീട്ടിലേക്കല്ലാതെ വേറെ എങ്ങോട്ടാ പോവാ? സുമേഷ് ഏട്ടാ, ദേ വെറുതെ വഴക്കുണ്ടാക്കുന്ന ദിവ്യ എടുത്തോട് പറയണം. ദിവ്യേ, തൽക്കാലം ആരാധ്യ ഇവിടെ നിൽക്കട്ടെ, അല്ലാതെ അവൾ എങ്ങോട്ട് പോകും? സുമേഷേ, വെറുതെ ഈ കാര്യത്തിൽ വാശി കാണിക്കണ്ട. ഇന്ന് ഇവള് വന്നു, ഇനി നാളെ മുതൽ ഓരോരുത്തരായിട്ട് വരില്ലേ? അവരൊക്കെ ഇവിടെ കയറ്റി താമസിക്കാനാണോ സുമേഷിന്റെ പരിപാടി? അഖിലേച്ചി, ഞാൻ പൊക്കോളാം. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.